ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 056/2025. അതിന്റെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസേഴ്സ് ആണ് പറയുന്നത്. ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഒന്നാമത്തെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, പിന്നെ മൂന്നാമത്തെ വിയറ്റ്നാം യുദ്ധം, നാലാമത്തെ നാറ്റോയുടെ രൂപീകരണം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 3, 4 മാത്രം. 1, 3, 4 മാത്രം. മുഗൾ വാസ്തുവിദ്യയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? മുഗൾ വാസ്തുവിദ്യയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഏതാണ് ശരി? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്നതിൽ ഒന്നും ശരിയല്ല. ആൻസർ ഓപ്ഷൻ ഡി. തന്നിരിക്കുന്നതിൽ ഒന്നും ശരിയല്ല. താഴെ പറയുന്നതിൽ ഏതാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നിയമത്തിന്റെ ഭാഗമല്ലാത്തത്? താഴെ പറഞ്ഞതിൽ ഏതാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന്റെ ഭാഗമല്ലാത്തത്? നാലാമത്തെ, ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ ഡൊമിനിയനിൽ ചേരണമെന്ന് ഈ നിയമം നിർബന്ധിച്ചു. ആൻസർ വരുന്നത് ഓപ്ഷൻ സി 4 മാത്രം. താഴെ പറയുന്നവരിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ? താഴെ പറയുന്നവരിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ? ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, മന്നത്തു പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, സി വി കുഞ്ഞിരാമൻ. മുകളിൽ പറഞ്ഞവരെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവരെല്ലാം. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഒന്നാമത്തെ, പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ ഒരു സംഘമായിരുന്നു സോവിയറ്റ്. പിന്നെ മൂന്നാമത്തെ, ലെനിൻ സർക്കാരിന്റെ ആദ്യ പ്രവൃത്തി സമാധാന ഉത്തരവ് അംഗീകരിച്ചതായിരുന്നു. അതിലൂടെ റഷ്യ 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി. റഷ്യക്ക് പല പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം മാത്രം. 1ഉം 3ഉം മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. നിസ്സഹന പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്ഥാനങ്ങളിൽ ഏതാണ് ശരി? നിസ്സഹന പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്ഥാനങ്ങളിൽ ഏതാണ് ശരി? ഒന്നാമത്തെ, 1920 ഓഗസ്റ്റ് 1-ന് ഗാന്ധിജി നിസ്സഹന പ്രസ്ഥാനം ആരംഭിച്ചു. 2, ഹിന്ദുക്കൾക്കിടയിലുള്ള തൊട്ടുകൂടായ്മ നീക്കം ചെയ്യലും ഹിന്ദു മുസ്ലിം ഐക്യം പ്രോത്സാഹിപ്പിക്കലും പരിപാടികളുടെ ഭാഗമായിരുന്നു. 4, ചൗരി ചൗര സംഭവം നിസ്സഹന പ്രസ്ഥാനം നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചു. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 4 മാത്രം. താഴെ പറഞ്ഞതിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം? താഴെ പറഞ്ഞതിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക, രാഷ്ട്രങ്ങൾക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തിയെടുക്കുക, അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുക, മനുഷ്യാവകാശങ്ങളോടും മൗലിക സ്വാതന്ത്ര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. കേരളത്തിലെ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്ഥാനങ്ങളിൽ ഏതാണ് തെറ്റ്? കേരളത്തിലെ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്ഥാനങ്ങളിൽ ഏതാണ് തെറ്റ്? 1905 ഡോക്ടർ പൽപ്പുവാണ് സാധുജന പരിപാലന സഭ സ്ഥാപിച്ചത്. തെറ്റായത് ഓപ്ഷൻ ബി. താഴെ പറയുന്നതിൽ ഏതാണ് 1857 കലാപത്തിന്റെ ഫലമായി ഉണ്ടായത്? താഴെ പറഞ്ഞതിൽ ഏതാണ് 1857 കലാപത്തിന്റെ ഫലമായി ഉണ്ടായത്? ഒന്നാമത്തെ, ബ്രിട്ടീഷ് പാർലമെന്റ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. 2, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യൻ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. 1, 2, 3 മാത്രമാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി. താഴെ പറയുന്ന പ്രസ്ഥാനങ്ങളിൽ ഏതാണ് വലിയ തോതിലുള്ള ദുരന്ത നിവാരണ ആസൂത്രണത്തിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ ഒരു പ്രധാന പരിമിതിയെ ഏറ്റവും നന്നായി വിവരിക്കുന്നത്? താഴെ പറയുന്ന പ്രസ്ഥാനങ്ങളിൽ ഏതാണ് വലിയ തോതിലുള്ള ദുരന്ത നിവാരണ ആസൂത്രണത്തിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ ഒരു പ്രധാന പരിമിതിയെ ഏറ്റവും നന്നായി വിവരിക്കുന്നത്? ഓപ്ഷൻ എ. അവ കൃത്യമായി ഉയരത്തിന്റെ വിശദാംശങ്ങൾ നൽകുന്നു, എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഭൂപ്രദേശത്തുണ്ടാകുന്ന തത്സമയ മാറ്റങ്ങൾ കണക്കിലെടുക്കാൻ അവയ്ക്ക് കഴിഞ്ഞേക്കില്ല. ആൻസർ ഓപ്ഷൻ എ.
ഭൂമിശാസ്ത്രപരമായ സമയപരിധിക്കുള്ളിൽ ഒരു ഭൂപ്രദേശത്തെ രൂപപ്പെടുത്തുന്നതിൽ കാലാവസ്ഥയും ഭൂരൂപീകരണ പ്രക്രിയകളും തമ്മിലുള്ള പരസ്പര ബന്ധം ഏറ്റവും നന്നായി വ്യക്തമാക്കുന്ന സാഹചര്യം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി, ഒരു പെരിഗ്ലേഷ്യൽ പ്രദേശം. അവിടെ ആവർത്തിച്ചുള്ള തണുത്തുറയലും ഉരുകലും വസ്തുക്കളുടെ സ്ഥാനചലനത്തിനും ക്രമീകൃത ഭൂതല രൂപീകരണത്തിനും കാരണമാകുന്നു. ആൻസർ ഓപ്ഷൻ ബി. ഭാരതത്തിന്റെ ഭൂമിശാസ്ത്രാത്മക സവിശേഷതകൾ മൺസൂൺ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ ഏറ്റവും നല്ല രീതിയിൽ വിശദീകരിക്കുന്നത് ഏത് പ്രസ്താവനയാണ്? ഭാരതത്തിന്റെ ഭൂമിശാസ്ത്രാത്മക സവിശേഷതകൾ മൺസൂൺ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിന്റെ ഏറ്റവും നല്ല രീതിയിൽ വിശദീകരിക്കുന്നത് ഏത് പ്രസ്താവനയാണ്? ആൻസർ എന്നത് ഓപ്ഷൻ ബി ആണ്. പടിഞ്ഞാറൻ ഘട്ടങ്ങൾ, കിഴക്കൻ ഘട്ടങ്ങൾ, ഹിമാലയൻ, ഡെക്കാൻ പീഠഭൂമി എന്നിവ ഒരുമിച്ചു കൂടിയുള്ള ഓറോഗ്രാഫിക് ഫലങ്ങൾ, കാറ്റിന്റെ വഴിത്തിരിവ്, മഴനിഴൽ മേഖല എന്നിവ വഴി മൺസൂൺ മഴയുടെ പടർപ്പിനെ സ്വാധീനിക്കുന്നു. ഇത് പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. ആൻസർ എന്നത് ഓപ്ഷൻ ബി ആണ്. ഭാരതീയ മൺസൂണിന്റെ തീവ്രതയും വ്യത്യാസവും എന്തെന്ന് നിർണ്ണയിക്കുന്നത് താഴെ പറഞ്ഞതിൽ ഏതാണ് ഏറ്റവും ഉചിതമായ വിശദീകരണം? ഭാരതീയ മൺസൂണിന്റെ തീവ്രതയും വ്യത്യാസവും എന്താണ് നിർണ്ണയിക്കുന്നത്? താഴെ പറഞ്ഞതിൽ ഏതാണ് ഏറ്റവും ഉചിതമായ വിശദീകരണം? ആൻസർ എന്നത് ഓപ്ഷൻ ബി ആണ്. അന്തർ ട്രോപ്പിക്കൽ കോൺവർജൻസ് സോൺ എന്നതിന്റെ സ്ഥാനമാറ്റം, ജെറ്റ് സ്ട്രീം, ഭൗമശാസ്ത്ര പ്രതിഘാതങ്ങൾ, ENSO സംഭവങ്ങൾ അതുപോലെ എന്നിവയുടെ സംയുക്ത സ്വാധീനമാണ് ഭാരതീയ മൺസൂൺ രൂപപ്പെടുന്നത്. ആൻസർ എന്നത് ഓപ്ഷൻ ബി ആണ്. പാലക്കാട് ചുരത്തിന്റെ പ്രാദേശിക കാലാവസ്ഥയിലും മനുഷ്യപ്രവർത്തനങ്ങളിലും ഉള്ള വിപുലമായ സ്വാധീനം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? പാലക്കാട് ചുരത്തിന്റെ പ്രാദേശിക കാലാവസ്ഥയിലും മനുഷ്യപ്രവർത്തനങ്ങളിലും ഉള്ള വിപുലമായ സ്വാധീനം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി, ഇത് കാലാവസ്ഥ ഗേറ്റ്വേ ആയി പ്രവർത്തിക്കുന്നു. ഈർപ്പമുള്ള കാറ്റുകൾ മഴ വിതരണത്തെ സ്വാധീനിക്കാനും അതോടൊപ്പം സാമ്പത്തികവും ചരിത്രപരവുമായ ബന്ധങ്ങൾ രൂപപ്പെടുത്തുവാനും സാധിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി. താഴെ പറഞ്ഞതിൽ ഏതാണ് ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത്? ഘടകമൂല്യത്തിൽ അറ്റ ദേശീയ ഉൽപാദനം, NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഘടകമൂല്യത്തിൽ അറ്റ ദേശീയ ഉൽപ്പന്നം. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഹഠാവോ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടത്? അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതി. നീതി ആയോഗിന്റെ ഘടനയെക്കുറിച്ചുള്ള സത്യമായ പ്രസ്താവന ഏതൊക്കെയാണ്? ഒന്നാമത്തെ, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നീതി ആയോഗിന്റെ ചെയർമാനാണ്. മൂന്നാമത്തെ, നീതി ആയോഗിന്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നു. ആൻസർ എന്നു ഓപ്ഷൻ ബി 1, 3 മാത്രം. നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? നികുതിയേതര വരുമാനവും സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? രണ്ടാമത്തെ, നികുതി വരുമാനം സർക്കാർ നിർബന്ധിതമായി ഈടാക്കുന്ന നികുതികളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ്. അതേസമയം നികുതിയേതര വരുമാനം സർക്കാർ സേവനങ്ങൾ, ഫീസ്, നിക്ഷേപങ്ങൾ എന്നിവ വഴി ലഭിക്കുന്നതാണ്. ആൻസർ എന്നത് ഓപ്ഷൻ ബി 2 മാത്രം. വരുമാന കമ്മിയും ധനക്കമ്മിയും തമ്മിലുള്ള വ്യത്യാസം ശരിയായി വ്യക്തമാക്കുന്ന പ്രസ്താവന ഏത്? പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ്. റവന്യൂ കമ്മി ഉണ്ടാകുന്നത് റവന്യൂ ചിലവിനേക്കാൾ കുറവാകുമ്പോഴാണ്. അതേസമയം ധനകമ്മി പ്രതിനിധീകരിക്കുന്നത് കടബാധ്യത കൂടാതെയുള്ള ആകെ വരവിൽ നിന്ന് അധികമായി വരുന്ന ആകെ ചിലവാണ്. ഓപ്ഷൻ എ. എല്ലാ സർക്കാർ സേവനങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഒരു സംരംഭമാണ് നാഷണൽ ഇ-ഗവേണൻസ് പ്ലാൻസ്. താഴെ പറയുന്ന ഏത് വകുപ്പുകളാണ് നാഷണൽ ഇ-ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ചത്? ഒന്നാമത്തെയും രണ്ടാമത്തെ, അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഭരണപരിഷ്കരണങ്ങളുടെയും പൊതുപരാതികളുടെയും വകുപ്പ് 1ഉം 2ഉം.
ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഓൺലി 1 and 2. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം കേരള സർക്കാർ ചില സംഘടനകളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും മനുഷ്യാവകാശ ലംഘനങ്ങളും അഭിമാനക്കൊലകളും. അപ്പൊ ആൻസർ വന്നത് അഴിമതിയും മനുഷ്യാവകാശ ലംഘനങ്ങളും. രണ്ടാമത്തെയും മൂന്നാമത്തെയും അഴിമതി, മനുഷ്യാവകാശ ലംഘനങ്ങൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഓൺലി 2 and 3. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ശരിയുള്ളത്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയുള്ളത്? 1. 1985 ഭരണഘടനയിൽ ചേർത്തു. 2. 52 ഭേദഗതി നിയമം. 3. 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻസർ എന്നത് ഓപ്ഷൻ ഡി ആണ്, ആൾ ഓഫ് ദി എബവ്. വകുപ്പുവൽക്കരണത്തിന്റെ 4 അടിസ്ഥാനങ്ങൾ 4Ps എന്നറിയപ്പെടുന്നു. അവ ഏതെല്ലാം? വകുപ്പുവൽക്കരണത്തിന്റെ 4 അടിസ്ഥാനങ്ങൾ 4Ps എന്നറിയപ്പെടുന്നു. അവ ഏതെല്ലാം? ഒന്നാമത്തെ ഉദ്ദേശ്യം, പിന്നെ മൂന്നാമത്തെ പ്രക്രിയ, നാലാമത്തെ വ്യക്തികളും സ്ഥലങ്ങളും. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഓൺലി 1, 3 and 4. 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം. 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം. ഒന്നാമത്തെ നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ. നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ഓൺലി 1. 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനം അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തിരിച്ചറിയുക. 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനം അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തിരിച്ചറിയുക. ഒന്നാമത്തെ നാഗാലാൻഡ്, രണ്ടാമത്തെ മിസോറാം, പിന്നെ നാലാമത്തെ മേഘാലയ. ആൻസർ ഓപ്ഷൻ ബി, 1, 2 and 4. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത് നവംബർ 26, 1949, ജനുവരി 26, 1950. ഓപ്ഷൻ സി. ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ്. ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ്. ആർട്ടിക്കിൾ 356. ആർട്ടിക്കിൾ 356. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറഞ്ഞാൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറഞ്ഞാൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികളി നിങ്ങളെത്താൻ. കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണത്? ദുരവസ്ഥ. ഓപ്ഷൻ എ, ദുരവസ്ഥ. ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടതാണ് കടമ്മനിട്ട എന്ന സ്ഥലം പ്രശസ്തമായത്? ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടാണ് കടമ്മനിട്ട എന്ന സ്ഥലം പ്രശസ്തമായത്? പടയണി. ഓപ്ഷൻ സി, പടയണി. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ ആര്? കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ ആര്? അയ്യ വൈകുണ്ഠസ്വാമികൾ. അയ്യ വൈകുണ്ഠസ്വാമികൾ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്നത് ശ്രീ PJ ആന്റണിയാണ്. സിനിമ ഏത്? മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്നത് ശ്രീ PJ ആന്റണിയാണ്. സിനിമ ഏത്? നിർമാല്യം. ഓപ്ഷൻ സി, നിർമാല്യം. അമ്പ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവൽ ഏത്? അമ്പ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവൽ ഏത്? സമുദ്രശില. സമുദ്രശില. ഓപ്ഷൻ എ. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? കൊടുങ്ങല്ലൂർ. ഓപ്ഷൻ ബി, കൊടുങ്ങല്ലൂർ. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏത്? സ്വദേശാഭിമാനി. ഓപ്ഷൻ ഡി, സ്വദേശാഭിമാനി. ഒളിമ്പിക് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം. ഒളിമ്പിക് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം 1920. 1920. ലിബറോ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലിബറോ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വോളിബോൾ. ഓപ്ഷൻ സി, വോളിബോൾ.
ബംഗ്ലാദേശിന്റെ ദേശീയ കളി ഏത്? ബംഗ്ലാദേശിന്റെ ദേശീയ കളി ഏത്? കബഡി. ഓപ്ഷൻ ഡി കബഡി. താഴെ പറയുന്നവയിൽ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ ഏതാണ്? താഴെ പറയുന്നവയിൽ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ ഏതാണ്? സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ ഒന്നുമില്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി മുകളിൽ പറയുന്നവ ഒന്നും അല്ല. മുകളിൽ പറയുന്നവ ഒന്നുമല്ല. ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്. ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്. ഓപ്ഷൻ എ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഓപ്ഷൻ എ. താഴെ പറയുന്നവയിൽ ഏത് പ്ലാറ്റ്ഫോമാണ് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നത്? താഴെ പറയുന്നതിൽ ഏത് പ്ലാറ്റ്ഫോമാണ് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നത്? മൈക്രോസോഫ്റ്റ് ടീംസ്, അതുപോലെ രണ്ടാമത്തെ ഗൂഗിൾ മീറ്റ്, മൂന്നാമത്തെ സൂം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1, 2, 3 മാത്രം. 1, 2, 3 മാത്രം. ഓൺലൈൻ ഹരാസ്മെന്റ് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓൺലൈൻ ഹരാസ്മെന്റ് ഏത് വിഭാഗത്തിൽ പെടുന്നു? സൈബർ ബുള്ളിംഗ്. സൈബർ ബുള്ളിംഗ്. ലാൻഡ് വാൻ എന്നിവയെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാമാണ്? ലാൻഡ് വാൻ എന്നിവയെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാമാണ്? ഒന്നാമത്തെ വാൻ ലാനിനേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു. ലാനിനു വാനിനേക്കാൾ വേഗതയുണ്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രം. 1ഉം 2ഉം മാത്രം. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തെ സംബന്ധിച്ച് ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തെ സംബന്ധിച്ച് ശരിയായ വാക്യം ഓർ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ, എല്ലാ വർഷവും ആഗസ്റ്റ് 23-ന് ആചരിച്ചു വരുന്നു. എല്ലാ വർഷവും ആഗസ്റ്റ് 23-ന് ആചരിച്ചു വരുന്നു. പിന്നെ മൂന്നാമത്തെ, ഇത് ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയതാണ്. പിന്നെ അഞ്ചാമത്തെ, ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ച് പൗരന്മാർക്കിടയിൽ വർദ്ധിച്ച ആവേശവും അവബോധവും സൃഷ്ടിക്കുന്നു. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 3 ആൻഡ് 4 എന്നിവ ശരിയാണ്. പ്രപഞ്ചത്തിലെ ഓരോ കണികയും മറ്റെല്ലാ കണികകളെയും F=g m1m2r² എന്ന ശക്തിയോടെ ആകർഷിക്കുന്നു എന്ന് ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം പ്രസ്താവിക്കുന്നു. ഇത് G&r എന്നിവ യഥാക്രമം ഡാഷ് ആകുന്നു. ന്യൂട്രോണിയൻ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം 6.674 × 10⁻⁻11 m³ kg⁻⁻1 പിണ്ഡങ്ങൾ തമ്മിലുള്ള ദൂരം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. ആഗോളതാപന സാധ്യത സംബന്ധിച്ച ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ, കാർബൺ ഡൈ ഓക്സൈഡിനെ അപേക്ഷിച്ച് അന്തരീക്ഷത്തിൽ ഒരു ഹരിതഗൃഹവാതകം കൊടുക്കുന്ന താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്നു. ഒന്നാമത്തെ. പിന്നെ നാലാമത്തെ, GWP പലപ്പോഴും 100 വർഷത്തെ കാലയളവിലാണ് കണക്കാക്കുന്നത്. അഞ്ചാമത്തെ, ഒന്നിലധികം ഹരിതഗൃഹവാതകങ്ങളുടെ ആവാസ വ്യവസ്ഥയിലെ കൈമാറ്റങ്ങൾ സന്തുലിതമാക്കുന്നതിനും ഹരിതഗൃഹവാതകങ്ങളുടെ ഉദ്വമനം കുറയ്ക്കുന്നതിനും തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനും GWP ആശയം ഉപയോഗിക്കുന്നു. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 4, 5 എന്നിവ ശരിയാണ്. IUPAC രസതന്ത്രത്തിലെ മികച്ച 10 സാങ്കേതിക വിദ്യകൾ 2024 പ്രഖ്യാപനത്തെ അടിസ്ഥാനമാക്കി ശരിയായ ഗ്രൂപ്പിംഗുകൾ തിരിച്ചറിയുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആക്റ്റീവ് അഡ്സോർപ്ഷൻ അപ്റ്റാമേഴ്സ് എംഎക്സീൻസ് ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റേഴ്സ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ. 2016 ആധുനിക ആവർത്തന പട്ടികയിൽ 4 പുതിയ മൂലകങ്ങൾ ചേർക്കപ്പെട്ടു. അങ്ങനെ ആവർത്തന പട്ടികയിലെ 7ാമത്തെ പീരിയഡ് പൂർത്തിയായി. താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ നിന്ന് പുതുതായി ചേർത്ത മൂലകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത ഒറ്റ മൂലകം തിരഞ്ഞെടുക്കുക. ലിവർമോറിയം. ഓപ്ഷൻ ഡി ലിവർമോറിയം. ഇപ്പോൾ ഹെലന് 41 വയസ്സും മകൾക്ക് 9 വയസ്സുമാണ്. എത്ര വർഷം കഴിഞ്ഞ് ഹെലന് മകളുടെ 3 ഇരട്ടി പ്രായം ഉണ്ടാകും? ഓപ്ഷൻ സി 7.
ഒരു ഗണിത പരീക്ഷയിൽ വിജയശതമാനം 87.5% ആകെ 7 വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടാൽ എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാകും? 56. 5 പുരുഷന്മാരോ 12 സ്ത്രീകളോ അടങ്ങുന്ന ഒരു സംഘത്തിന് ഒരു പ്രത്യേക ജോലി 78 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ 5 പുരുഷന്മാരും 12 സ്ത്രീകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും? 39. ഒരു ജോമെട്രിക് പ്രോഗ്രഷന്റെ 5-ാമത്തെ പദവും 8-ാമത്തെ പദവും യഥാക്രമം 27ഉം 729ഉമാണ്. അതിന്റെ 11-ാമത്തെ പദം എന്താണ്? ഓപ്ഷൻ എ 0.004 എത്ര മടങ്ങ് വലുതാണ് 0.18? 45. ഒരു വാട്ടർ ബോട്ടിലിന് 15 രൂപ വിലയുണ്ട്. അതിൽ കുപ്പിയുടെയും വെള്ളത്തിന്റെയും വില ഉൾപ്പെടുന്നു. വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണെങ്കിൽ കുപ്പിയുടെ വില എത്രയാണ്? 1.50 ₹1.50. ഓപ്ഷൻ എ. ജോൺ സോണിക്ക് 5% വാർഷിക കൂട്ടുപലിശ നിരക്കിൽ 3 വർഷത്തേക്ക് 6 ലക്ഷം രൂപ കടം കൊടുത്തു. 3 വർഷത്തിന് ശേഷം ജോണിന് എത്ര തുക ലഭിക്കും? ഓപ്ഷൻ ബി 6,94,575. അടുത്ത ക്വസ്റ്റ്യൻ ഡെലീറ്റഡ് ആണ്. വിരമിച്ച 9 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന്റെ ശരാശരി പ്രായം 64 ആണ്. ഒരു അംഗം ഗ്രൂപ്പ് വിടുമ്പോൾ ശരാശരി പ്രായം 62 കുറയുന്നു. എങ്കിൽ പോയ വ്യക്തിയുടെ പ്രായം എത്രയാണ്? 80. 5.25 മീറ്റർ നീളത്തിലും 5.10 മീറ്റർ വീതിയിലുമായി ചതുരാകൃതിയിലുള്ള ഒരു തറ പൂർണ്ണമായും മൂടാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ചതുര ടൈലുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ തുല്യനിരകളിൽ നിർത്തുന്നു. ഓരോ വരിയിലും 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ ഒരു വരി കുറവായിരിക്കും. ഓരോ വരിയിലും 3 കുട്ടികൾ കുറവാണെങ്കിൽ 2 വരികൾ കൂടി ഉണ്ടാകും. അപ്പോൾ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ എണ്ണം 36. 85 × 87 × 89 × 91 × 95 × 96 100 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയാണ്? 0. എ ബി സി ഡി ഇ എഫ് എന്നീ 2 മൂന്നക്ക സംഖ്യകളിൽ എ ബി സി ഡി ഇ എഫ് എന്നിവ വ്യത്യസ്തമായ പൂജ്യമല്ലാത്ത അക്കങ്ങളാണ്. കൂടാതെ എ ബി സി പ്ലസ് ഡി ഇ എഫ് ഈക്വൽ ടു 1711 എങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ പ്ലസ് എഫിന്റെ മൂല്യം എന്താണ്? 31. കൃത്യമായി ഒരു ക്ലോക്ക് രാവിലെ 8 മണി കാണിക്കുന്നു. ഉച്ച കഴിഞ്ഞ് 2 മണി കാണിക്കുമ്പോൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി കറങ്ങും? ഓപ്ഷൻ ഡി 180 ഡിഗ്രി. ഒരു ക്ലോക്കിൽ 5 മണി അടിക്കാൻ 8 സെക്കൻഡ് എടുക്കും. അതേ ക്ലോക്കിൽ 10 മണി അടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും? 18. ഒരു ക്യൂ തുടങ്ങുമ്പോൾ നിങ്ങൾ 2 അറ്റത്തു നിന്നും 9ാമത്തെ വ്യക്തിയാണ് എങ്കിൽ ആ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? 17. ആദ്യ 100 എണ്ണൽ സംഖ്യകൾ എഴുതിയാൽ 8 എത്ര തവണ ആവർത്തിക്കും? 19. അടുത്ത ക്വസ്റ്റ്യൻ ഡെലീറ്റഡ് ആണ്. ടാങ്കിന്റെ 1/4 ഭാഗത്തിൽ 135 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയും. 180 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ടാങ്കിന്റെ എത്ര ഭാഗം നിറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ ബി 1/3. ശ്രേണിയിലെ അടുത്ത സംഖ്യ കണ്ടെത്തുക. 1, 6, 13, 24, 41 ക്വസ്റ്റ്യൻ മാർക്ക്. ഓപ്ഷൻ സി 66. They supposed to complete these assignments by afternoon. Should I, aren't I, am I? Option C both second and third. Students are advised to refrain dash bad company. Option D from. A few workers participated in the strike dash. Option B didn't they? Where is the bus stand? Said the young man. Change into indirect speech. Option C. The young man wanted to know where the bus stand was. The singer performed dash. Option D. Melodiously at the concert for 2 hours. I expressed my strong desire to learn dash kayaking dash canoeing to know the differences. Option C. Both and. There are no less than 50 packets of noodles in the carton. Correct the sentence. Option B. There are no fewer than 50 packets of noodles in the carton. Next year, I dash guitar for 20 years. Option B. Will have been playing. Are we not going to finish the lesson today? Change into passive voice. Option A. Is the lesson going to be finished by us today? His teacher tried at correct him by giving valuable advices. Correct the sentences.
Option C. His teacher tried to correct him by giving valuable advice. Yesterday, team parked in a restricted area and the police dashed his truck. Choose the word the bus completes the sentence. Option A. Impounded. I was dashed when they rang up and informed that I had won a lottery. Choose the correct idiom. Option B. On cloud nine. It was her first appearance in public as a performer in Bollywood movies. Give one word for the words in italics. Option C. Debut. അടുത്ത ക്വസ്റ്റ്യൻ ഡെലീറ്റഡ് ആണ്. The weather is suitable for sowing seeds. Choose a similar word for the underlined word. Option B. Congenial. Choose the word that is spelled incorrectly. Option B. Entrepreneur. Responders means it is an answer വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആൻസർ പ്ലീസ്. The thieves dashed the apartment while the family was on vacation. Option A. Broke into. Antennas dash able cockroaches to sense their surroundings. Choose the correct prefix. Answer the option C. N. Enable. The phenomenon of glowing sea water signifies changes in the marine environment. Identify the plural of the underlined word from the choice given. Option B. Phenomena. താഴെ കൊടുത്തതിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിന്റെ മലയാള പരിഭാഷയിൽ പദരൂപം ഏത്? മാനക ഭാഷ. പ്രേക്ഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം തെരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ സി. പ്രേക്ഷക. താക്കോൽ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? താഴെ പ്ലസ് കോല്. താഴെ കൊടുത്തതിൽ ശരിയായ പദരൂപം ഏത്? ഓപ്ഷൻ ഡി. വിദ്യാർത്ഥി. ശരിയായ വാക്യം തെരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി. അന്യരുടെ കുറ്റം പരസ്യമായി പറഞ്ഞത് ഒരു നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. താഴെ കൊടുത്തതിൽ ബഹുവചന രൂപം അല്ലാത്തത് ഏത്? മാരാർ. പാർവതി ജാനി എന്ന പദം ഘടകപദങ്ങളായി വേർതിരിക്കുന്നത് എങ്ങനെ? ഓപ്ഷൻ സി. പാർവതി ജായായിട്ടുള്ളവൻ. സത്പജ്ഞായം എന്ന ശൈലിയുടെ അർത്ഥം തെരഞ്ഞെടുക്കുക. അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക. പ്ര പ്ലസ് മാനം എന്നീ ശബ്ദങ്ങൾ ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം എന്ത്? പ്രമാണം. തുടക്കം തന്നെ ഒടുക്കവുമായി തീർന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ല് ഏത്? കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ച്. താങ്ക് യു.